ഷിനാസ്, ആഭ്യന്തരവും ബാഹ്യവുമായ പലതരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നുണ്ട് ഇറാൻ ഭരണകൂടം. അവിടെയാണ് മൊസാദ് അവിടെ തന്നെ ഒരു ബേസ് സ്റ്റേഷൻ ഉണ്ടാക്കിക്കൊണ്ട് അവരുടെ വ്യോമ പ്രതിരോധ ശൃംഖലയാകെ നശിപ്പിച്ച് ഈ ആക്രമണത്തിലേക്ക് ഒഴുക്കിയിരിക്കുന്നത്. ഇതിന് ഇസ്രായേൽ കാരണമായി പറയുന്നത് അണ്വായുധമാണ്. അവരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടം എന്ന നിലയിൽ ഇസ്രായേലിന് ഈ ആക്രമണത്തെ ലോകത്തിന് മുന്നിൽ ന്യായീകരിക്കാൻ കഴിയുമോ? ഇസ്രായേൽ കുറേ കാലമായി പറഞ്ഞു വരുന്ന ഒരു കാര്യമാണ്, തങ്ങൾ ഇറാനിൽ നിന്ന് അസ്തിത്വ ഭീഷണി നേരിടുന്നു, ഇറാൻ അണ്വായുധ നിർമ്മാണത്തിൻ്റെ വക്കിലാണ് എന്ന് ഇന്നും ഇന്നലെയുമല്ല കുറച്ചു കാലമായി ഇസ്രായേൽ നാഴികക്ക് 40 വട്ടം പറഞ്ഞു പോരുന്ന കാര്യമാണ്. അപ്പോൾ ഈ ആക്രമണം നടക്കുന്നത് നാളെ 6ാം ഘട്ട ചർച്ച അമേരിക്കയും ഇറാനും നടക്കാനിരിക്കുകയാണ്. അപ്പോൾ വ്യാഴാഴ്ച തന്നെ ഇൻ്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസിയുടെ ഒരു ഗവേണിംഗ് ബോഡിയുടെ ഡയറക്ടേഴ്സിൻ്റെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. അതിലാണ് ഇറാൻ ഏതാണ്ട് 60% എൻറിച്ച്ഡായ യുറേനിയം ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞു. അതേതാണ്ട് 400 കിലോഗ്രാമോളം ഇറാൻ്റെ കൈവശമുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് ഒരു 10-15ഓളം ബോംബുകൾ, അണ്വായുധങ്ങൾ താമസം വിന അധികം സമയമെടുക്കാതെ ഇറാൻ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. അതോടൊപ്പം തന്നെ ഈ നാളത്തെ ചർച്ചയിൽ ചിലപ്പോൾ ഒരു പീസ് ഡീൽ ഉണ്ടായേക്കാം. അങ്ങനത്തെ ഒരു പീസ് ഡീൽ ഉണ്ടാവരുത് എന്നും ഇസ്രായേൽ ആഗ്രഹിച്ചിരുന്നിരിക്കാം. പക്ഷേ ഇത് ഇസ്രായേൽ ചെയ്തത്, ഇപ്പോൾ ഇസ്രായേൽ ഒരു പ്രഖ്യാപിത ആണവരാഷ്ട്രമല്ലെങ്കിലും ഇസ്രായേലിന് അണ്വായുധങ്ങൾ ഉണ്ട് എന്ന് ലോകത്തിന് മുഴുവൻ അറിയാം. അത് എത്ര എണ്ണമുണ്ട് എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് പറഞ്ഞു കേട്ടത്. ഒരു 100-ലധികം നമ്മൾ വായിച്ചറിഞ്ഞത് 100-ലധികം അണ്വായുധങ്ങളെങ്കിലും അല്ലെങ്കിൽ 100ഓളമെങ്കിലും ഇസ്രായേലിൻ്റെ അടുത്തുണ്ട്. അതിൽ ടാക്റ്റിക്കൽ ന്യൂക്ലിയർ വെപ്പൺസ് അടക്കം പെടുന്നു എന്നാണ്. അപ്പോൾ ഇറാനും അസ്തിത്വ ഭീഷണിയാണ് വാസ്തവത്തിൽ ഇസ്രായേൽ. അപ്പോൾ ഇറാൻ സിവിലിയൻ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ആണവ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് പറയുമ്പോൾ പോലും അവർക്ക് ഒരു മിലിറ്ററി ഒബ്ജക്റ്റീവ് ഉണ്ടാവും എന്നുള്ളത് കോമൺ സെൻസിക്കലി സാമാന്യ ബുദ്ധിയുള്ളവർക്കൊക്കെ ആലോചിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. പക്ഷേ ഇസ്രായേൽ ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ ഒക്ടോബർ 1 ഇറാൻ ആക്രമണം നടത്തിയിരുന്നു. നേരത്തെ അഭിലാഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഈ ഇറാനകത്ത്, പ്രത്യേകിച്ച് ടെഹ്റാനിലും ചുറ്റുവട്ടത്തും മാത്രമല്ല ഇറാൻ്റെ മുക്കിലും മൂലയിലും ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസ്, ഇസ്രായേലിൻ്റെ ചാര ശൃംഖല വലിയ തോതിൽ വല വിരിച്ചു എന്നുള്ളത് ഇന്നോ ഇന്നലെയോ അല്ല. ഇസ്മായിൽ ഹനിയ, ഹമാസിൻ്റെ നേതാവ്, രാഷ്ട്രാതിഥിയായി എന്ന് വെച്ചാൽ അന്നത്തെ പ്രസിഡൻറ്റിൻ്റെ ഈ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാൻ പ്രത്യേകം ക്ഷണിതാവായി എത്തിയ നേതാവായിരുന്നു, ഹമാസിൻ്റെ നേതാവായിരുന്നു ഹനിയ. അദ്ദേഹം താമസിച്ചത് ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ് കോറിൻ്റെ സംരക്ഷണത്തിലുള്ള അതീവ സുരക്ഷാ കെട്ടിടത്തിലാണ്. അവിടെയാണ് നട്ടപ്പാതിരക്ക്, ആ മുറി മാത്രമാണ് അദ്ദേഹവും അംഗരക്ഷകനും നട്ടപ്പാതിരക്ക് അവിടെ സ്ഫോടനത്തിൽ കൊല്ലപ്പെടുന്നു. അതിനു മുമ്പ് ഇപ്പം 6ഓളം ഇറാനിയൻ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റ് കൊല്ലപ്പെട്ടു. അതിനു മുമ്പ് 2020 ആണെന്ന് തോന്നുന്നു ഇറാൻ്റെ ഏറ്റവും പരമോന്നത ആണവ ശാസ്ത്രജ്ഞനായ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റായ ഫക്രിസാദെ, അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നു. എന്നിട്ട് കാറിൽ കയറി യാത്ര ചെയ്യുമ്പോൾ റിമോട്ട് കൺട്രോളായിട്ടുള്ള ഒരു വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള പ്രയോഗത്തിലൂടെയാണ് അദ്ദേഹത്തെ വധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സമീപത്തിരുന്ന ഭാര്യയ്ക്ക് പോലും ഒരു പോറലും ഏറ്റില്ല. അപ്പോൾ സുലൈമാനി റവല്യൂഷണറി ഗാർഡ് കോറിൻ്റെ മുൻ തലവനായിരുന്നു. അദ്ദേഹത്തെ അമേരിക്കയും ഇസ്രായേലും സംയുക്ത ഓപ്പറേഷനിൽ ഇറാഖിൽ വെച്ച് വധിക്കുകയാണ്. അപ്പോൾ ഈ രീതിയിലുള്ള വധക്രമങ്ങൾ, ഈ രീതിയിലുള്ള ഓപ്പറേഷനുകൾ ഇസ്രായേൽ നടത്തി വരുന്നുണ്ട്. അത് കുറേ കാലമായി. അപ്പോൾ ഇറാനിൽ ഇത്രമേൽ മൊസാദിന് നുഴഞ്ഞു കയറാൻ പറ്റിയത് കൊണ്ടുകൂടിയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇറാൻ്റെ സ്ട്രൈക്കിൻ്റെ ഒരു സ്വഭാവം നോക്കൂ. വെള്ളിയാഴ്ച പുലർച്ചെ 3 മണിക്ക് തുടങ്ങിയ ആ ആക്രമണത്തിൻ്റെ ആദ്യഘട്ടം
ആദ്യഘട്ടത്തിൽ അവർ ലക്ഷ്യം വെച്ചത് സംയുക്ത സേനാ മേധാവിയെ വധിച്ചു. അതോടൊപ്പം തന്നെ റവല്യൂഷണറി ഗാർഡ് കോറിൻ്റെ കമാൻഡറെ സലാമിയെ വധിച്ചു. പിന്നെ ഇറാനിയൻ പരമോന്നത നേതാവിൻ്റെ മുൻ ഉപദേശകനെ വധിച്ചു. പിന്നെ ഇറാനിയൻ ആണവ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകളെ വധിച്ചു. അത് കഴിഞ്ഞിട്ട് ഇറാൻ്റെ മിസൈൽ ബാറ്ററീസ് തകർത്തു. ഇറാൻ്റെ ബാലിസ്റ്റിക് ലോഞ്ചിങ് പാഡിൽ ആക്രമണം നടത്തി. അതും കഴിഞ്ഞിട്ടാണ് നഥാൻസ് പോലുള്ള ആണവ സമ്പുഷ്ടീകരണ ആണവായുധ കേന്ദ്രങ്ങളെ ന്യൂക്ലിയർ പ്ലാന്റ്സിനെ ആക്രമിക്കുന്നത്. അപ്പോൾ നഥാൻസ് ലോകം മുഴുവൻ അറിയാം നഥാൻസ് ആണ്. പക്ഷേ ഇറാനിൽ വായിക്കുന്നവർക്കൊക്കെ അറിയാം, ഇറാനിൽ മാത്രമല്ല ലോകത്ത് മറ്റെല്ലായിടങ്ങളിലും ഒരു നഥാൻസ് മാത്രമല്ല, ഫർദോവ് എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ സുരക്ഷയുള്ള മറ്റൊരു ആണവ കേന്ദ്രമുണ്ട്. കൂടാതെ മറ്റ് കേന്ദ്രങ്ങളുമുണ്ട്. വികേന്ദ്രീകൃതമാണത്. ഈ 400 ഗ്രാം ഈ സമ്പുഷ്ടമായിട്ടുള്ള യുറേനിയം, ഈ വെപ്പൺ ഗ്രേഡ് ആക്കാൻ പറ്റുന്ന യുറേനിയം തന്നെ ഇന്നത്തെ ഒരു BBC ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് അത് വളരെ രഹസ്യ സ്വഭാവമുള്ള വളരെ ആഴത്തിലുള്ള മൈനുകളിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇറാന് ഇതിൻ്റെ നോ ഹൗ, എക്സ്പെർട്ടൈസ്, അതുപോലെ തന്നെ ഈ 400 ഗ്രാമാണ് ഒരു അര ടൺ വരുന്ന ഈ സാധനം ഇറാന് ഒളിപ്പിക്കാൻ നഥാൻസ് വേണമെന്നില്ല. അതുകൊണ്ട് ഇസ്രായേലിൻ്റെ ആത്യന്തിക അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് ഇറാനെ സമ്പൂർണ്ണമായി ആണവ പദ്ധതി നിർമുക്തമാക്കുക, വിമുക്തമാക്കുക എന്ന ലക്ഷ്യം അങ്ങനെ നേടാൻ ഒരു സാധ്യതയുമില്ല. കാരണം ഈ രീതിയിലാണ് ആക്രമണങ്ങൾ നടക്കുന്നതെങ്കിൽ ഇപ്പോൾ കണ്ടു ഇസ്രായേലിൻ്റെ ടെൽ അവീവ്, ജെറൂസലേം. ഇപ്പോൾ ടെൽ അവീവ് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ മർമ്മമാണ്, തലസ്ഥാനമാണ്. അവിടെ ഒരുപാട് മിസൈലുകൾ വിട്ടയച്ചിട്ടുണ്ടാവാം. എന്നാലും അവിടെയും മിസൈൽ പതിച്ചു. ഇറാൻ്റെ ജെറൂസലേമിൽ പതിച്ചു. അപ്പം ബഹുപാളികളുള്ള മൾട്ടി ലെയേർഡ് ആയിട്ടുള്ള ഒരു വ്യോമ പ്രതിരോധ സംവിധാനം ഉണ്ട് ഇസ്രായേലിന്. അയൺ ഡോം, ആരോ 2, ആരോ 3. അതിനു പുറമെ ട്രംപ് 2ാം വട്ടം പ്രസിഡൻ്റ് ആയപ്പോൾ മേഖലാ സുരക്ഷയ്ക്കും ഇസ്രായേലിൻ്റെ സുരക്ഷയ്ക്ക് വിശേഷിച്ചുമായി താടെന്ന വളരെ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യോമ പ്രതിരോധ സംവിധാനം കൂടി അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതൊക്കെ മറികടന്നാണ് ഇസ്രായേലിൻ്റെ ഇറാൻ്റെ ഈ മിസൈലുകൾ എത്തിയിട്ടുള്ളത്. പക്ഷേ ഈ യുദ്ധം ഇതിൻ്റെ വേസ്റ്റ് കേസ് ഷെനാരിയോ, ഏറ്റവും രൂക്ഷതരമായ ഷെനാരിയോ എന്താണെന്ന് വെച്ചാൽ ഇസ്രായേൽ ആഗ്രഹിക്കുന്നത് അമേരിക്കയെ യുദ്ധത്തിലേക്ക് ഡ്രാഗ് ചെയ്യണം, വലിച്ചിഴക്കണം. അപ്പോൾ അമേരിക്കയുടെ ആസ്തികൾ, ആസ്ഥാനങ്ങൾ, സൈനിക താവളങ്ങൾ, എയർബേസസ് ഒക്കെ ആ ഗൾഫ് മേഖലയിലുണ്ട്, ഇറാഖിലുണ്ട്, മറ്റ് UAE-യിലുണ്ട്, സൗദി അറേബ്യയിലുണ്ട്. അപ്പോൾ ഇറാൻ ഏറ്റവും ആഗ്രഹിക്കാത്തതും അമേരിക്ക ഈ യുദ്ധത്തിലേക്ക് കടന്നു വരരുത് എന്നാണ്. അപ്പോൾ അമേരിക്കയെ ഈ യുദ്ധത്തിലേക്ക് കൊണ്ടുവരാൻ, വലിച്ചിഴക്കാൻ ഇസ്രായേൽ ശ്രമിച്ചേക്കും. രണ്ടാമത്തെ വേസ്റ്റ് കേസ് ഷെനാരിയോ എന്ന് പറഞ്ഞാൽ ഈ ഗൾഫ് റീജിയൻസിനെ ഇതിലേക്ക് ഡ്രാഗ് ചെയ്യപ്പെട്ടേക്കാം. കാരണം 2019 സൗദിയിലെ ഒരു പ്രധാന എണ്ണപ്പാടത്തിൽ നടന്ന ആക്രമണം ഇറാനാണ് അതിന് പിന്നിലെന്ന് ആരോപിക്കപ്പെട്ടിരുന്നു. ഇതുവരെ ഒരു ആക്രമണം നടന്നിരുന്നു. 2022 UAE-യിൽ ഹൂത്തികൾ, ഇറാൻ്റെ പ്രോക്സികൾ ആക്രമണം നടത്തിയിരുന്നു. പിന്നീട് അവർ തമ്മിലൊക്കെ ചർച്ച ചെയ്ത് അനുരഞ്ജനമുണ്ടായി. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ സൗദി അറേബ്യയും UAE-യും അതുപോലെ ഈ ഗൾഫ് അറബ് രാജ്യങ്ങൾ പൊതുവെ ഇറാനെയും ഇസ്രായേലിനെയും ഇഷ്ടപ്പെടുന്നില്ല. അതെല്ലാവർക്കും അറിയാവുന്ന കാരണങ്ങളാണ്. പക്ഷേ ഈ സംഘർഷം കൂടുതൽ എസ്കലേറ്റ് ചെയ്ത് ഗൾഫ് മേഖലയിലേക്ക് വ്യാപിച്ചാൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എவ்விதമായിരിക്കുമെന്ന് ഊഹിക്കാൻ പറ്റില്ല. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഭയന്നാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ പ്രത്യാഘാതങ്ങളാണ് വാസ്തവത്തിൽ ഇസ്രായേലിൻ്റെ ഇറാൻ ആക്രമണത്തെ അതിശക്തമായി അല്ലെങ്കിൽ ശക്തമായി തന്നെ അപലപിക്കാൻ ഈ അറബ് രാജ്യങ്ങളെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക. മറ്റൊരു വേസ്റ്റ് കേസ് ഷെനാരിയോ എന്ന് പറയുന്നത് നെതന്യാഹു ഇന്നലെ പറഞ്ഞത് ഇറാൻ്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് മാത്രം
ഇല്ലാതാക്കുകയല്ല. ഇറാനിൽ ഒരു റെജിം ചേഞ്ച്, ഭരണമാറ്റം വേണമെന്നല്ല പറഞ്ഞത്. ഇറാനിലെ ജനങ്ങളോട് അദ്ദേഹം ആഹ്വാനം ചെയ്തു. അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ ഈ തിന്മയുടെ വാഴ്ചക്കെതിരെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ചേരൂ, ഇതാണ് പറ്റിയ സമയം. പക്ഷേ ഇറാനിൽ അത്തരം ഒരു മൂവ്മെൻ്റ് ഇല്ല. 2022 ഫ്രീഡം ഫോർ വിമൻ എന്ന ഒരു മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു, ലോകമാകെ ശ്രദ്ധിച്ച മൂവ്മെൻ്റാണ്. ഇറാനിലെ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ നമ്മൾക്ക് അന്ന് പ്രതിപക്ഷത്തിൻ്റെ ഒരു കൂട്ടായ്മയൊക്കെ ഏതൊക്കെയോ തരത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അതൊന്നും തെളിഞ്ഞു വന്നില്ല. പിന്നെ ഷായുടെ 1979 പുറത്താക്കപ്പെട്ട ഭരണാധികാരിയുടെ മകൻ റസാ പഹ്ലവിയുണ്ട്. അദ്ദേഹത്തിനൊന്നും ഇറാനിൽ അത്ര വലിയ പിന്തുണയില്ല. പിന്നെ ഇറാനിലെ താങ്കൾ പറഞ്ഞു വരുന്നതിന്റെ ഒരു രത്നച്ചുരുക്കം, ഇത് ഈ ആക്രമണം ഒരുപക്ഷെ അതായത് ഗൾഫ് മേഖലകളിലേക്ക് വ്യാപിക്കുമ്പോൾ ഉണ്ടാകാവുന്ന അതിന്റെ അപകടാവസ്ഥയെ കുറിച്ച് കൂടിയാണല്ലോ.